ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? ഇത്രയും നാൾ എനിക്ക് തന്ന സപ്പോർട്ടിന് താങ്ക് യു. ഇനിയും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. റെസിൻ ജ്വല്ലറി അല്ലെങ്കിൽ ജ്വല്ലറി മേക്കിംഗ് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇതിന് മുമ്പിട്ട ഓരോ വീഡിയോസും കാണുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് ഇട്ടേക്കണേ ഓരോന്നും. അതായത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണുക, സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഡ്രില്ല്, റെസിൻ ജ്വല്ലറി മേക്കിങ്ങിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. എല്ലാത്തിനും എല്ലാ മോൾഡിലും നമുക്ക് ഹോൾ ഉണ്ടാവണമെന്നില്ല. ചിലത് നമുക്ക് ബസ്സിൽ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓപ്പൺ ബസ്സിലാണ് യൂസ് ചെയ്യണമെങ്കിൽ ഹോൾ ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെ നമ്മളിടും? സ്റ്റഡ് ആണെങ്കിൽ ഓക്കെ, സ്റ്റഡ് ആണെങ്കിൽ നമ്മൾ സ്റ്റഡ് പോസ്റ്റ് വെച്ചാൽ മതി. പക്ഷേ അല്ലാതെ ആണെങ്കിലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രില്ലാണ് യൂസ് ചെയ്യണം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഈ ഡ്രില്ലാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ആയിക്കോളും. ഇങ്ങനത്തെ USB കേബിളാണ്. ഇത് വെച്ചാൽ വർക്ക് ആയിക്കോളും. ബാക്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുന്ന, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യാൽ മതി. അതായത് ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റാണ്. ഞാനിവിടെ പ്ലെയർ വെച്ചിട്ട് ഇങ്ങനെ ഊരും, എന്നിട്ട് ഈ സംഭവം ഇടും. ഇതിങ്ങനെ യൂസ് ചെയ്യണേ. പല ടൈപ്പ് ബിറ്റും അതിനകത്ത് ഇടണ ഓരോ സംഭവങ്ങൾ ഇത് കണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇടണതാണ് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ആണ് ഹോൾ ഇടണ സംഭവം. അപ്പോൾ ആകെ ഒരു സ്വിച്ചേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വരും. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേരൊന്നും ഇത് യൂസ് ചെയ്ത് കേട്ടോ. രണ്ടാമത്തെ കാര്യം, ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ കൈയൊന്നും കൊണ്ടേ വെച്ച് മുറിക്കാൻ നിൽക്കരുത്. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലിപ്പ് ആവാത്തുള്ള സ്ഥലത്ത് വേണം യൂസ് ചെയ്യാൻ. യൂസ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം ചെറിയ ചെറിയ ഐറ്റംസിൽ യൂസ് ചെയ്യുക. ആദ്യം തന്നെ ചെറിയ ഐറ്റത്തിൽ കൊണ്ടുപോയി വെച്ച് കൈയൊന്നും പൊളിച്ച് കളയാൻ നിൽക്കരുത്. നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണേ. എനിക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ, വന്ന് നോക്കാൻ പറ്റില്ല. സോ നിങ്ങളുടെ സേഫ്റ്റി നോക്കണം. എനിക്കറിയാം ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ലാന്ന്, പക്ഷേ കെയർ ഫ്രീ ആയിട്ട് ചെയ്യണവരോട് മാത്രമാണ് ഞാൻ പറയണേ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അറിയാൻ കുഴപ്പമൊന്നുമില്ല. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയണത്. നല്ല വേദനയായിരിക്കും. എനിക്ക് ഇടയ്ക്ക് പണി കിട്ടാറുണ്ട്, പക്ഷേ ഭയങ്കര പണി കിട്ടിയിട്ടില്ല. എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ മര്യാദക്ക് തന്നെ യൂസ് ചെയ്യണം. എന്താ പറയുക, സ്ലിപ്പ് കൂടുതലും കുഞ്ഞി ഐറ്റംസ് ഇല്ലേ, ഞാൻ ഈ സംഭവമൊക്കെ ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് പണി കിട്ടും. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൈസയും കിട്ടും. അതുകൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടുന്നത്. ഇത്രയും ചെറുതല്ലേ. സോ ഇതുപോലത്തെ ഉള്ള ഐറ്റംസ് രണ്ടെണ്ണമാണെങ്കിൽ രണ്ടെണ്ണം. ഞാൻ ഇതിന് കുറച്ച് ഐറ്റംസ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് തുറക്കുക, ആവശ്യമുള്ള സൈസിൻ്റെ ബിറ്റിടുക. ബിറ്റിടുന്നതിന് മുമ്പ് അതിൻ്റെ ഈ സംഭവം കണ്ട, ഇതിൻ്റെ സൈസ് നോക്കി നിങ്ങൾ പല പല സൈസാണ്, വലുത് ചെറുത് വലുത്. ആ ഹോൾ, അപ്പോൾ ഇതിൻ്റെ ഹോളാണോ കറക്റ്റായിട്ടുള്ളത് കറക്റ്റായിട്ട് വെക്കുക. ടൈറ്റ് ചെയ്യുക, നല്ലോണം ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത് പ്രസ് ചെയ്ത് നോക്കണം. ഏതെങ്കിലും ഒരു സർഫസിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കണം, അത് താഴ്ന്നു പോകുന്നുണ്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ടാണ് ഇരിക്കണേന്ന്. ഇതിൻ്റെ ഫീച്ചറാണ് കേട്ടോ. പല ഡ്രില്ലിനും പല ഇതായിരിക്കും. പിന്നെ ഹാൻഡ് ഡ്രില്ലുണ്ട്, ജസ്റ്റ് ഇങ്ങനെ തിരിച്ചെത്തിയതാണെങ്കിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ടൈം കൺസ്യൂമിങ്ങാണ്. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് ഇത് വെച്ചാണെങ്കിൽ ഒരു 5-6 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത്, 5-6 ഒരു 10 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഒരെണ്ണം റെഡി ആയിട്ടുണ്ടാവുള്ളൂ. ഇത് സ്പീഡിൽ നമ്മൾ യൂസ് ആയിട്ടുണ്ടെങ്കിൽ സ്പീഡിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക, പേടിയാണെങ്കിൽ അത് തന്നെ ചെയ്യുക. അറിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇതിൻ്റെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട വലിയ ബിറ്റ്, ഇതൊക്കെ ക്ലോക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. ആൻഡ് ഷാർപ്പായിട്ടുള്ള സംഭവത്തിൽ
ഒക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഷാർപ്നെസ് ഒക്കെ. പക്ഷെ ഞാൻ തെറാപ്പി യൂസ് ചെയ്യാറില്ല, ഞാൻ സാൻഡിങ് പേപ്പറാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഗോൾഡൻ കളർ റെസിൻ പോയില്ലേ, അതുണ്ടെങ്കിൽ ഒരു സുഖമായിട്ട് കുറച്ച് നാൾ അത് തന്നെ യൂസ് ചെയ്താൽ മതിയാവും. എന്ന് വെച്ചാൽ നമ്മൾ അത്രയുള്ള ജെം റിങ്സ് ഒക്കെ ആയിരിക്കുമല്ലോ അടിയണം, പിന്നെ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. എങ്ങാനും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കൂടിയിട്ടുള്ള ബിറ്റും എല്ലാം അവൈലബിൾ ആയിരിക്കും. സൂക്ഷിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി, എങ്ങും പോവാണ്ട് ഏതെങ്കിലും ഒരു ഇത് നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം. ഇതിലും വളരെ ചെറിയ ബിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ജാം റിങ്സ് ഒന്നും കയറണില്ല. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് വെച്ചേക്കുന്നത്. ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക അത് വെച്ചിട്ട്. എൻ്റെ ഇപ്പോൾ ഹാൻഡ് ഡ്രിൽ ഇല്ല, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. ഇപ്പം ഇവിടെ ഇല്ലാത്തതാണ്. ബൈ.